അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഇതാ ശ്രദ്ധിക്കൂ. ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രമായ സഹദേവന്റെ കുടുംബ പേരെന്താണ്? എ മൂലംകുഴിയിൽ, ബി മൂലപ്പാട്, ബി മൂലംപള്ളി. എല്ലാം മൂലവുമായിട്ട് ചേർന്ന്. അത് മറക്കില്ല. കാരണം എന്താ വെച്ചാല് അതിനകത്ത് മുളംകുഴിയിൽ സഹദേവൻ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഓഫീസർ പറയുന്ന ഡയലോഗുണ്ട്, മുളംകുഴിയിൽ. അപ്പൊ ഇവൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, മുളംകുഴി അല്ല മൂലംകുഴിയിൽ സഹദേവൻ. അതുകൊണ്ട് അത് മറക്കില്ല എന്തായാലും. മൂലംകുഴിയിൽ സഹദേവൻ, അക്കാര്യം ഉറപ്പാ. എ മൂലംകുഴിയിൽ സഹദേവനാണ്. ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ചിട്ട് മുറുക്കിയിരിക്കുകയാണ്. ഞാൻ രജിത്തിനെ കാണുമ്പോഴത്തേക്ക് ഈ വെള്ള താടിയൊക്കെ വെച്ചിട്ട് ഒരു പ്രസംഗം, വളരെ പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് പ്രശ്നകാരികളാക്കിക്കൊണ്ടൊരു പ്രസംഗം. അങ്ങനെ പെൺകുട്ടികളെല്ലാം തിരിഞ്ഞു. അത് എന്താണ് അതിൻ്റെ അങ്ങനെ പറയാൻ തോന്നിയ ഒരു സിറ്റുവേഷൻ എന്താണ്? ഏട്ടൻ പറഞ്ഞതിൽ ചെറിയ കറക്ഷൻ ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ. പെൺകുട്ടികളെല്ലാം തിരിഞ്ഞില്ല. 1000 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തിരിഞ്ഞു. 999 പെൺകുട്ടികളും എന്നെ സപ്പോർട്ട് ചെയ്തു. അതാ സംഭവം. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു കാര്യം നല്ലത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണ വളർത്തുന്ന കുറച്ച് പേരുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. 95% പേർക്കും എന്നെ ഇഷ്ടമാണെങ്കിലും ഈ 5% വരുന്ന ചെറുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അവരാണ് ഈ കോൺട്രവേഴ്സിയും വൾഗാരിറ്റിയൊക്കെ ഉണ്ടാക്കി അകറ്റി നിർത്തുക. അങ്ങനെയാണ്. സാരമില്ല, അതൊക്കെ മാറി കിട്ടും. മാറി. ഓക്കെ. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് എ മൂലംകുഴി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ സമ്മാനമായി രജിത്തിന്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. താങ്ക് യു ചേട്ടാ. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറി പാടാ മക്കളയിൽ. ഇതാ മൂന്നാമത്തെ ചോദ്യം. നമുക്കൊരു വീഡിയോ കാണാം. प्यार किया क्या किया? प्यार किया तो डरना क्या? ओफो। मैंने प्यार किया तो डरना क्या? चल चल. ഈ പാട്ട് സീനിൽ ദിലീപ് ഉപയോഗിക്കുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? എ കലിംബ, ബി സെലോഫോൺ, സി അക്കോർഡിയൻ. കലിംബ, കൊളംബിയ, അത് തന്നെ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. പിന്നെ ഉള്ളത് സെലോഫോൺ, സെല്ലോഫോൺ അല്ല, പിന്നെ അക്കോർഡിയൻ. അക്കോർഡിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ഈ വിടർന്നു വരുന്ന ഒരു സാധനത്തിൽ, അതല്ലേ ആ കാണിച്ചതെന്ന് തോന്നുന്നു. അക്കോർഡിയൻ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അക്കോർഡിയൻ തന്നെ താങ്ങാം. ഓക്കെ. സി അക്കോർഡിയനെ താങ്ങിയിരിക്കുകയാണ്. ഞാൻ സി അക്കോർഡിയനെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും രജിത്ത് ഒരു പാട്ട് പാടി എങ്ങനെയിരിക്കും? ഇപ്പം ഇതിന്റെ കൂടെ ഞാൻ പാടുന്നത് കണ്ടു. അപ്പൊ എന്തായാലും ആ കഴിവും കൂടി ഇങ്ങോട്ട് പോരട്ടെ. ചേട്ടാ, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. എന്തായാലും ഈ ഷോയിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഇത്രയും മഹാനായ ലെജൻഡിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പം ചേട്ടനും കൂടെ ഒന്ന് സഹായിച്ചാൽ ഞാനൊരു പാട്ട് പാടും. കിട്ടിയ അവസരം മുതലാക്കണമല്ലോ. ലിറിക്സ് അറിഞ്ഞിടത്തോണ്ട് ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. വിരോധം ഇല്ലല്ലോ. സന്തോഷം. കാരണം എനിക്ക് ലിറിക്സ് പ്രിപ്പയർഡ്. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് എഴുതി ഈ പാട്ട്. മഞ്ഞും മണിത്തന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളെ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. സൂപ്പർ. അപ്പോൾ സി അക്കോർഡിയൻ, ഞാൻ പൂട്ടിയ അക്കോർഡിയനെ എടുത്തു വെച്ച് വായിക്കാൻ പോവാണ്. ഞാൻ വായിക്കുന്നു. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അഗൈൻ യു വൺ 1000 rupees. താങ്ക് യു ചേട്ടാ. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണല്ലോ അതിന്റെ ഒരു ലാത്ത്. അത് തന്നെ.